ഹലോ എവരിവൺ, നമസ്കാരം. സൗമ്യാസ് ആർട്ട് ഓഫ് കുക്കിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഇടിച്ചക്ക കൊണ്ട് തന്നെയുള്ളൊരു റെസിപ്പിയാണ്. അതായത് ഇടിച്ചക്ക കൊണ്ട് പൊടുത്തൂവലാണ് ഉണ്ടാക്കാൻ പോകണം. ഞങ്ങളുടെ ഈ പാലക്കാട് സൈഡൊക്കെ പൊടുത്തൂവൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് ഭയങ്കര പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരി ഫോമിലുള്ളൊരു സംഭവമാണത്. അപ്പോൾ അതിനായിട്ട് ഒരു പകുതി ഇടിച്ചക്ക നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ വലിയ പീസായിട്ട് മുറിക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇത് ചെറുതാക്കി മുറിച്ചു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇത്ര വലിയ പീസസ് ആക്കിയിട്ട് മുറിച്ചിട്ട് വേവാനിട്ടാലും മതി. ഓക്കെ. പിന്നെ ഞാനൊരു അരമുറി, ഏകദേശം ഒരു വലിയ തേങ്ങയുടെ അരമുറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, 4 ഉണക്കമുളക്, പിന്നെ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, പിന്നെ ആവശ്യത്തിന് എണ്ണ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് വേണ്ടൂ. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ ഇതിന് പുറമെ നമുക്ക് ഉപ്പും കൂടെ വേണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചക്ക ഒന്ന് വേവാനിടും. ഓക്കെ. വെന്ത ശേഷം നമുക്ക് അടുത്ത പ്രോസസ്സ്. ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പാനോ എന്ത് വേണമെങ്കിൽ പറയാം. അതിലേക്ക് ഞാൻ ഏകദേശം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇതിലേക്ക് നമുക്ക് ചക്ക ഇട്ടിട്ട് വേവാൻ വയ്ക്കാം. നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. നമുക്ക് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വെള്ളം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യാം കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ജസ്റ്റ് വേവിച്ചിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് ചക്ക മാത്രമായിട്ട് എടുക്കുകയും ചെയ്യാം. പക്ഷേ അതിൻ്റെ അതിലുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാം വെറുതെ വെള്ളത്തിൽ കളയണ്ടല്ലോ. അപ്പം ഞാനിതിനെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക ചെയ്യാം കേട്ടോ വെള്ളത്തിന്. അപ്പോൾ ചില ആൾക്കാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നിറയെ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച ശേഷം ചക്ക അതിൽ നിന്ന് മാറ്റിയെടുത്തോളൂ, എന്നിട്ട് വെള്ളം കളഞ്ഞോളൂ. അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഞാൻ പക്ഷെ ഇങ്ങനെ ചെയ്യാറ്. അപ്പോൾ നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. ഇത് കണ്ടോ, ഇപ്പോൾ തിളയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 5-10 മിനിറ്റ് എടുക്കും ഇതൊന്ന് വറ്റി വരാൻ. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിതിലിപ്പോൾ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇത്ര വെള്ളം കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് വറ്റട്ടെ. ഇനി തുറന്നു വെച്ച് വേവിക്കാം. ഇത് കണ്ടോ, ചക്കയൊക്കെ വെന്തിട്ടുണ്ട്. കാണിച്ചതാ കണ്ടോ, ചക്ക വെന്തിട്ടുണ്ട്. മണി ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. എന്താ, ചക്ക വെന്തിട്ടുണ്ട് കണ്ടോ. പിന്നെ അത് ഒരുപാട് വെന്ത് കുഴയേണ്ട കാര്യമില്ല കേട്ടോ. കണ്ടോ, ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ നമ്മൾ വേവിച്ചെടുത്തില്ലേ ആ ചക്കയെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ. അതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കയ്യുകൊണ്ട് ഈ ചക്കയുണ്ടല്ലോ ഇതിന് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. ഓക്കെ. നമ്മൾ പൊടുത്തൂവൽ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇത്തിരി വലിയ വലിയ പീസസ് ആക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമുണ്ട്. ചെറിയ പീസസ് എനിക്ക് പക്ഷേ ഇങ്ങനെ കുറച്ച് എളുപ്പം കൂടുതൽ എളുപ്പം തോന്നിയിരിക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ സ്മാഷ് ചെയ്ത് ഈ വലിയ വിരലില്ലേ അതുകൊണ്ട് അമർത്തിയിട്ട് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. നമ്മളത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് മുഴുവൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ആക്കുന്ന സമയത്ത് കൈ വേദനിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് കറക്കാം, കുഴപ്പമില്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ ഒക്കെ മിക്സിയിലിട്ട് കറക്കി ചെയ്യാറുണ്ട്. പക്ഷേ അരഞ്ഞു പോകാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പൊടിഞ്ഞ് കിട്ടും നന്നായിട്ട്. ഓക്കെ. ഞാൻ പക്ഷേ കൈ കൊണ്ട് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത്. അതാകുമ്പോൾ റിസ്ക് ഇല്ലല്ലോ. ഞാനിപ്പോൾ ഇത് കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ ഇത്തിരി ചെറിയ 1-2 പീസസൊക്കെ ഇങ്ങനെ കിടക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ടോ, ഇത് നമുക്ക് കൈ കൊണ്ട് ചതച്ച് എത്രയൊക്കെ ചതയുള്ളൂ. ഓക്കെ. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് ചതച്ചെടുക്കുന്നതാണ്, ഇങ്ങനെ ഈ വിരൽ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുന്നതാണ് ബെസ്റ്റ്. ഇല്ല പറ്റില്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തോളൂ. ഓക്കെ. അപ്പോൾ നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് ഇനി കടുക് വറുത്തെടുക്കാം.
ഓക്കെ, അപ്പോൾ അടുത്ത പ്രോസസ്സിലേക്ക് പോവാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, അതുപോലെ ഉഴുന്ന് പരിപ്പ്, ഞാൻ ലേശം ഫ്ലെയിം ഒന്ന് ചുരുക്കി വെക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് 4 ഉണക്കമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് ലേശം ചുവന്നാൽ അതിലേക്ക് അരമുറി തേങ്ങ ഇട്ട് കൊടുക്കാം. എപ്പോഴും നമ്മൾ പൊടിത്തൂവൽ ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങയ്ക്ക് പിശുക്കത്തരം കാണിക്കാൻ പാടില്ല. ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഞാൻ ഇതിലേക്ക് വേണ്ട കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ചക്കയിലേക്ക് വേണ്ട ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലർ ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ അവർ മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ വീട്ടിൽ മഞ്ഞൾപ്പൊടി ഇടാറില്ല. അപ്പം അത് തികച്ചും ഓപ്ഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ചുവപ്പ് നിറമാവണ വരെ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയാൽ മതി. 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ചേർത്ത് കൊടുക്കാം. എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല വൈറ്റ് കളറിലായിരിക്കും കേട്ടോ. ഇങ്ങനെ വലിയ പീസ് കിടക്കണണ്ട, ജസ്റ്റ് തവി കൊണ്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇതിൽ ഉപ്പൊക്കെ മതിയോ എന്നുള്ളത്. പോരെങ്കിൽ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതിലെല്ലാം എക്സാക്ട്ലി പാകമാണ്. നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബി സേഫ്. അപ്പോൾ നമ്മളൊരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. ഇതിൻ്റെ ക്ലോസ് വ്യൂ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ.